ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ ചാപ്റ്റർ എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 വരുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ ടൈം ടേബിൾ പ്രകാരം കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഏതാണ്? അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ എല്ലാ മേഖലകളിലേക്കും അവർ മേൽക്കോയ്മ നേടിയെടുക്കുന്നതിനെ കുറിച്ചും അതിനുശേഷമുള്ള അതിനെതിരെയുള്ള അവർ ചെയ്ത ചൂഷണങ്ങളെക്കുറിച്ചും അതിനുശേഷം നമ്മൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളെ കുറിച്ചും പോരാട്ടങ്ങളെ കുറിച്ചുമൊക്കെയാണ് പഠിക്കുന്നത്. ധാരാളം PSC PYQs ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചൊരല്പം നീളമുണ്ട് എങ്കിൽ കൂടി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇവിടെ ആദ്യം നൽകിയിട്ടുള്ളത് ഒരു വിവരണമാണ്. എന്താന്ന് വെച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായിട്ട് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാലത്തെ വ്യാപാര പരിശ്രമങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ അവരുടെ കപ്പലുകളാണ്. അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ രണ്ടാമത്തെ ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. ഈ വാക്കുകൾ ജെയിംസ് ഫുൾച്ചറിൻ്റെതാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നത്. ഈ പുസ്തകത്തിൽ നിന്നുള്ള വരികളാണ് ഇവിടെ നമുക്ക് വിവരണമായി നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഒരു വ്യാപാര വരവിനെ കുറിച്ച്, വ്യാപാരത്തിന്റെ ഒരു പരിശ്രമത്തെ കുറിച്ച് മനസ്സിലാക്കാം. 1601 ഏപ്രിൽ അവർ ഇന്ത്യയിലേക്ക് വരുന്നു. അവരുടെ കപ്പലുകൾ ഏതാണ്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നിവയാണ്. അതിനുശേഷം ആദ്യത്തെ വരവ് വിജയകരമായിരുന്നു. 1604 അവർ രണ്ടാമത്തെ യാത്രയും ആരംഭിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങളും കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95% എന്നും ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടിയാണ്. ഇവിടെ ഒരു കപ്പൽ തകർന്നു പോകുന്നുണ്ട്, ഒട്ടേറെ നാവികർ മരണപ്പെടുന്നുണ്ട്. ഇത്രയധികം ബുദ്ധിമുട്ടി ഒരു വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. പ്രാചീന കാലം മുതൽക്കേ തന്നെ യൂറോപ്യന്മാർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധം 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്: ഒന്ന്, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി എന്നത്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും സാങ്കേതിക പുരോഗതി കൈവരിച്ചു എന്നതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിനും അതിനെ തുടർന്നുള്ള വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്, ഭൂമിശാസ്ത്രപരമായ പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. അവർക്ക് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണ പാഠവമുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായ പരിജ്ഞാനമുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് പറയാം കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയൊക്കെ. കോമ്പസിന്റെ കാര്യത്തിലും ഭൂപട നിർമ്മാണത്തിന്റെ കാര്യത്തിലും അവർക്ക് കൃത്യമായ പുരോഗതി ഉണ്ടായതുകൊണ്ട് തന്നെ ദിശ കണ്ടെത്തുന്നതിനായിട്ട് സഹായകരമായ സാങ്കേതിക വിദ്യ അവരുടെ പക്കലുണ്ടായിരുന്നു. പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവും അവർക്ക് സഹായകരമായി. യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവടത്തിന്റെ സാധ്യതയും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നീടുള്ളതാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്.
എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്പും ഏഷ്യയും കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴി യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരാവുകയും ചെയ്തു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നത്. ഇതേ തുടർന്നാണ് യൂറോപ്യരുടെ വ്യാപാരം തടയപ്പെടുകയും തൽഫലമായിട്ട് അവർ പുതിയ പാത കണ്ടെത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ഇതാണ് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ നയിച്ച വഴി മാപ്പിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. വാസ്കോഡ ഗാമയുടെ യാത്ര ആരംഭിക്കുന്നത് പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന സ്ഥലത്ത് നിന്നാണ്. അതിനുശേഷം അദ്ദേഹം എത്തിച്ചേർന്നത് നമ്മുടെ ഇന്ത്യയിലെ കോഴിക്കോടാണ് എത്തുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് വാസ്കോഡ ഗാമ എത്തുന്നു. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം പിന്നിട്ടിട്ടാണ് അദ്ദേഹം വരുന്നത്. തുടർന്ന് ഇന്ത്യൻ സമുദ്രവും ഉണ്ട്. ഓക്കെ, പിന്നീട് ഏതൊക്കെ വൻകരകളാണ്? യൂറോപ്യൻ വൻകര കടക്കുന്നുണ്ട്. ആഫ്രിക്കൻ വൻകരയിലൂടെ കടന്ന് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ വൻകരയിലുമാണ് എത്തുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു യാത്ര എങ്ങനെയാണ് നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടി. ഓക്കെ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര, നമ്മൾ അവയെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. വർഷം ചോദിച്ചിട്ടുണ്ട്, PSC അടുത്തിടെ കൂടെ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായി പഠിക്കുക. ഓക്കെ, 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. വാസ്കോഡ ഗാമ കാപ്പാട് തീരത്തെത്തുന്ന ആ ഒരു കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് സാമൂതിരി എന്നത്. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കിക്കൊണ്ട് പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ആദ്യകാലങ്ങളിൽ അറബികളായിരുന്നു ഇവരുടെ കോഴിക്കോടുമായിട്ടുള്ള വ്യാപാര ബന്ധം, വിദേശ വ്യാപാരമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ പുറത്താക്കിക്കൊണ്ട്, അറബികളെ പുറത്താക്കിക്കൊണ്ട് തങ്ങൾക്ക് വ്യാപാര അനുമതി, പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നായിരുന്നു ഗാമയുടെ സാമൂതിരിയോടുള്ള ആവശ്യം എന്നത്. ആ ഒരു ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് എന്തു സംഭവിച്ചു? ഗാമ കണ്ണൂരിലേക്ക് പോയി. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മാപ്പ് വെച്ചിട്ട് 4 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിലനിന്നിരുന്ന സാമൂതിരി, അതുപോലെ കോലത്തിരി എന്ന രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതുമായിട്ടൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഗാമ കണ്ണൂരിലേക്ക് കോലത്തിരി രാജാവിന്റെ അടുത്തെത്തി. കോലത്തിരി രാജാവിന്റെ അടുത്തെത്തി വ്യാപാര അനുമതി ചോദിക്കുകയും അദ്ദേഹം അത് നൽകുകയും ചെയ്തു. കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നും ഗാമയ്ക്ക് വ്യാപാര അനുമതി ലഭിച്ചു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ ഒരു യാത്രയിലാണ് ഗാമയ്ക്ക് അദ്ദേഹത്തിന് ചെലവായിട്ടുള്ള തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ണൂരിലെ കോലോത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ഗാമ കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായി ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങി പോർച്ചുഗലിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ എന്താണ് ഇവിടെ? നല്ല രീതിയിൽ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ഒരു ലാഭ കച്ചവടമാണ് ഇവിടെ നടന്നത്. ഇത്തരത്തിൽ ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ഈ ഒരു ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുന്നതിനായിട്ട് പോർച്ചുഗീസുകാരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക പിന്നെയും നൽകിയിട്ടില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു.
പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവികത്തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്കറിയാം ഗാമയ്ക്ക് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധത്തിൽ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടായി. തന്മൂലം പോർച്ചുഗീസുകാർക്ക് വീണ്ടും ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ലാഭം കൊയ്യുന്നതിനായിട്ട് കച്ചവട യാത്രകൾ ചെയ്യാനായിട്ടുള്ള പ്രേരണ കൂടുകയാണ് ചെയ്തത്. എന്നിരുന്നാൽ കൂടിയും സാമൂതിരി പിന്നീടും വ്യാപാര കുത്തക പോർച്ചുഗീസുകാർക്ക് നൽകാതിരിക്കുകയും പോർച്ചുഗീസുകാരുടെ വലിയൊരു എതിരാളിയായി സാമൂതിരി മാറുകയും ചെയ്തു. അങ്ങനെ സാമൂതിരിയും പോർച്ചുഗീസുകാരുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാവുകയും ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഈ സാമൂതിരിയുടെ നാവികത്തലവന്മാരായ കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നും ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് പൊതുവെ 4 പേരാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാർമാർ ആരൊക്കെയാണ്? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരത്തെയും സംരക്ഷിക്കുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാർമാർ എന്നത് ഒരു സ്ഥാനപ്പേരാണ്. അവർ 4 പേരാണ് പൊതുവെ ഉണ്ടായിരുന്നത്. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനായിരുന്നു. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. ഈ ഒരു സ്ഥാനപ്പേര് മരക്കാർ എന്നൊരു സ്ഥാനപ്പേര് നൽകിയതും സാമൂതിരി തന്നെയാണ്. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരുടെ സ്ഥാനപ്പേരാണ് ഈ പറഞ്ഞ കുഞ്ഞാലി മരക്കാർ എന്നത്. കുഞ്ഞാലി മരക്കാരുടെ സ്ഥാനം എന്ന് പറയുന്നത് പുതുപ്പണം കോട്ടയാണ്. പുതുപ്പണം കോട്ടയാണ്. കോട്ടയ്ക്കൽ. ഓക്കെ. കുഞ്ഞാലി മരക്കാർമാർ 4 പേരാണെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് കുട്ടി അഹമ്മദ് അലി, രണ്ടാമത്തെ കുഞ്ഞാലി മരക്കാർ കുട്ടി പോക്കർ അലി, മൂന്നാമത്തെ കുഞ്ഞാലി മരക്കാർ പട്ടുമരക്കാർ എന്നതാണ്. 4-മത്തെ കുഞ്ഞാലി മരക്കാരുടെ യഥാർത്ഥ നാമം മുഹമ്മദ് അലി മരക്കാർ എന്നിങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് കുഞ്ഞാലി മരക്കാർ. ഇങ്ങനെ കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗാമ വന്നു. ഗാമ ഇന്ത്യയിൽ നിന്ന് ലാഭം കൊണ്ടുപോയി. അപ്പോൾ ഗാമയുടെ കപ്പലുകൾ ഇതും ചോദിച്ചിട്ടുണ്ട്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളാണ് ഗാമയുടെ കപ്പലുകൾ. പോർച്ചുഗീസുകാരുടെ വരവോടെ ഇന്ത്യയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ വന്ന മാറ്റങ്ങൾ, പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പോർച്ചുഗീസ് സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് മലയാള ഭാഷയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക് തുടങ്ങിയവയൊക്കെ. ഓക്കെ. അതുകൂടാതെ കശുമാവ്, പറങ്കിമാവ് എന്നറിയപ്പെടുന്ന കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ ഇവയൊക്കെ ഇന്ത്യക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നത്. ഇവിടെ കണ്ടോ മാനുവൽ കോട്ടയുടെ ഒരു ഭാഗം. ഇത് നമ്മുടെ കൊച്ചിയില് നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്ത് ഇന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ് മാനുവൽ കോട്ടയുടെ ഈ ഒരു ഭാഗം. അവിടെ ഇന്നും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ കോട്ട അഥവാ മാനുവൽ കോട്ട സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അഥവാ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കീഴിലാവുകയും ചെയ്തു. പോർച്ചുഗീസുകാരാണ് അച്ചടി വിദ്യ പ്രചരിപ്പിക്കുന്നത്. അച്ചടി വിദ്യ. അതുപോലെ ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം, മാർഗം കളി എന്നീ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം നമ്മൾ ആരംഭിക്കുന്നത്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ഒപ്പം തന്നെ ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങളും പോർച്ചുഗീസുകാരുടെ ഭാഗമായി തന്നെ ഇവിടെ ആരംഭിച്ചു.
ഇനി ഇവിടെ പറഞ്ഞവയെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലാണ്, എങ്ങനെയൊക്കെയാണ്? രാഷ്ട്രീയ മേഖലയിൽ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട സ്ഥാപിച്ചു എന്നുള്ളത്. രണ്ടാമത് നമുക്ക് പറയാം, കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് അധീനതയിലായി എന്നുള്ളത്. മൂന്നാമത് നമുക്ക് പറയാം, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു എന്നും. ഓക്കെ, കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഭാവനകളായ കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നിവയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു, ക്രൈസ്തവ മത പഠനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് വിജ്ഞാന മേഖലയിൽ അവർ നമുക്ക് നൽകിയിട്ടുള്ള പോർച്ചുഗീസ് സ്വാധീനം വഴി നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സാംസ്കാരിക മേഖലയിലേക്ക് വരുമ്പോൾ ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിക്കുകയും യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം അതും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ പോർച്ചുഗീസിന്റെ സ്വാധീനം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അടുത്തത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരുടെ കച്ചവട തുകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഈ പറഞ്ഞ ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യർ ഹോളണ്ടിൽ, അതായത് നെതർലൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഡച്ചുകാർ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഇവിടെയാണ് കൂടുതലും ഡച്ചുകാർ വാണിജ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവിടങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരാണ് കേട്ടോ. കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എന്നത്. 1741 കുളച്ചൽ യുദ്ധം. ഇതാണ് കുളച്ചൽ യുദ്ധ സ്മാരകം. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ ഇന്ത്യയോട് പരാജയപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. 1741 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1741 കുളച്ചൽ യുദ്ധം. ഇനി ഹോർത്തൂസ് മലബാരിക്കസ്. ഇതാണ് ഹോർത്തൂസ് മലബാരിക്കസിന്റെ കവർ ചിത്രം. ഇത് ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഈ ഒരു കൃതി. ഇത് കേരളത്തിലെ 742 ഔഷധങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻ റീഡ് ആണ് ഈ ഒരു കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ രചനയ്ക്ക് ഇദ്ദേഹത്തെ സഹായിച്ചത് ഒരു മലയാളി വൈദ്യനായിരുന്നു. പേര് ഇട്ടി അച്യുതൻ എന്നാണ്. എല്ലാം PYQ ആണ് കേട്ടോ. ഒപ്പമുണ്ടായിരുന്നത്, ഈ ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനെ സഹായിക്കാനായി പങ്കാളികളായി ഉണ്ടായിരുന്നത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരായിരുന്നു. ഈ ഒരു രചനയിൽ ഇദ്ദേഹത്തെ സഹായിക്കാനായി പങ്കാളികളായത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരായിരുന്നു. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്നത്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് കൃതി വിവർത്തനം ചെയ്ത വ്യക്തി
ഡോക്ടർ KS മണിലാലാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ ഒരു കൃതി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഈ ഒരു കൃതി ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഒരു വലിയ സംഭാവനയാണ്. രചനയ്ക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻഡ്രീഡ് ആണ്. അതിനായി സഹായിച്ചത് മലയാളി വൈദ്യനായ ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതന് രചനയെ സഹായിച്ച പങ്കാളികളാണ് അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവർ. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നത്. ഇതിന്റെ കൃതി ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കുമൊക്കെ വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഇനി ഇട്ടി അച്യുതനെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ നിന്നുള്ള ഒരു നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ എന്ന ഇദ്ദേഹമാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് ഇദ്ദേഹത്തെ സഹായിച്ചത്. ആര്? ഹെൻറി വാൻഡ്രീഡിനെ സഹായിച്ചത്. അടുത്തത് ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അതായത് ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, ശേഷം ഡച്ചുകാർ വന്നു. ഈ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അതേ തുടർന്ന് ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് എത്തുകയും ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ഈ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് വാർ അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വിജയിച്ചു. തൽഫലമായി എന്ത് സംഭവിച്ചു? ഫ്രഞ്ചുകാരുടെ ആധിപത്യം കുറഞ്ഞു. ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, ഇന്നത്തെ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ വിജയിച്ച് ആധിപത്യം കൂടുതലായും പിടിച്ചെടുക്കി. ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഈ പറഞ്ഞ 4 ഇടങ്ങളിൽ മാത്രമായി ചുരുങ്ങി പോവുകയാണ് ചെയ്തത്. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നിവിടങ്ങളിലായി ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധങ്ങളുടെ പേര്, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാടകയുമായി ഈ കർണാട്ടിക് യുദ്ധങ്ങൾക്ക് ബന്ധമില്ല. അപ്പൊ എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് പൊതുവെ നടന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കർണാട്ടിക് എന്നത് ഇന്നത്തെ തമിഴ്നാടിന്റെ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. അവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് ഈ പറഞ്ഞ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നത്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ്. പൊതുവെ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ ഈ ഒരു മാപ്പ് നോക്കിക്കേ. മാപ്പിൽ നൽകിയിട്ടുള്ളത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളവയാണ്. ജസ്റ്റ് എവിടെയാണ് ഇവ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റെഡ് ട്രയാങ്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസുകാരുടെ അധീന പ്രദേശങ്ങളാണ്. കൊച്ചി, ഗോവ, ഡാമൻ, ദിയു എന്നിവയാണ് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ. ഡച്ചിലേക്ക് വരുമ്പോൾ നീല നിറത്തിൽ നൽകിയിരുന്ന ചതുര സൂചികയാണ്. ഏതാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയൊക്കെ. ഫ്രഞ്ച് ഗ്രീൻ കളറിലെ ചെറിയ സർക്കിൾ സൂചികയാണ്. മാഹി, കാരക്കൽ, പോണ്ടിച്ചേരി, യാനം എന്നിവയാണ് ഫ്രഞ്ചിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തോടെ ഫ്രഞ്ചിന്റെ ആധിപത്യം കുറഞ്ഞ് ഈ 4 ഇടങ്ങളിലായി ചുരുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഇവരെല്ലാം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് കച്ചവടത്തിനായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കച്ചവടത്തിനെത്തിയ ഇവർ പിന്നീട് അധികാരത്തിലേക്ക് മാറുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഏഷ്യയുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധത്തിനായിട്ടാണ് 1600-ൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത്.
ഈ കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം അഥവാ ഫാക്ടറി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വ്യാപാരത്തിനായിട്ടുള്ള അനുമതി നേടുകയും ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. അതേ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിക്കുകയും പിന്നീട് മദ്രാസ് ഇന്നത്തെ ചെന്നൈ, ബോംബെ ഇന്നത്തെ മുംബൈ, കൽക്കട്ട ഇന്നത്തെ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിൽ ഭരണത്തിൽ ഇടപെടാനും തുടങ്ങി. ആദ്യം ഇവിടെ അനുമതി മേടിച്ച് കച്ചവടം തുടങ്ങുകയും പിന്നീട് അവിടെ ഭരണത്തിൽ ഇടപെടാനും തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. 1757 പ്ലാസി യുദ്ധം, എല്ലാത്തിന്റെയും വർഷം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 1757 പ്ലാസി യുദ്ധത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ ഒരു യുദ്ധത്തിൽ, പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. 1757 സിറാജ് ഉദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തി. അങ്ങനെ ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ തങ്ങളുടെ അധീനത കൊണ്ടുവരാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവർ ഈ ഒരു പ്ലാസി യുദ്ധത്തിലൂടെ അധികാരം പിടിച്ചടക്കുകയാണ് ചെയ്തത്. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തിയെ മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. ഇവർ ഈ ഒരു പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ ബംഗാളിനെ പിടിച്ചടക്കി. ബംഗാളിനെ പിടിച്ചടക്കുമ്പോൾ ബംഗാൾ എന്താണ്? കാർഷിക സമ്പന്നമാണ്. കാർഷിക സമ്പന്നമായിട്ടുള്ള ഈ ഒരു ബംഗാളിലെ ഭൂനികുതി പിരിച്ചെടുത്തുകൊണ്ട് ഈ ഒരു ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ മറ്റ് ബാക്കി ഭാഗങ്ങൾ കീഴടക്കുന്നതിനായിട്ട് പണം സ്വരൂപിക്കുകയും ചെയ്യുന്നത് ഈ ബംഗാളിൽ നിന്ന് തന്നെയാണ്. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അത്രയും ആധിപത്യം അവർ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 1764 ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമാവുകയാണ് ചെയ്തത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവർ ഒത്തുചേർന്ന് ഇവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോ ബക്സാർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ ബക്സാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ റോബർട്ട് ക്ലൈവ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോബർട്ട് ക്ലൈവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഇവിടെ പ്രശസ്തമാണ് ഇത്: എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ആരുടെ വാക്കുകളാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇത്തരത്തിലൊരു ധൈര്യം, 2000 പട്ടാളക്കാരെ അയച്ചു തന്നാൽ ഇന്ത്യ പിടിച്ചടക്കാം എന്നൊരു ധൈര്യം ബ്രിട്ടീഷുകാർക്ക്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചതിന് കാരണം എന്താണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഒരു അനൈക്യമാണ് നിലനിന്നിരുന്നത്. അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യയും ഒരു കാരണമാണ്. നമ്മളെ അപേക്ഷിച്ച്, ഇന്ത്യൻ സൈന്യത്തെയും അപേക്ഷിച്ച് ബ്രിട്ടീഷുകാർക്ക് മെച്ചപ്പെട്ട ഒരു സൈനിക സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാരണമാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം അധീനതയിലാക്കുന്നത് എന്നുള്ളത്.
1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനം നികുതിയുടെ പകുതി നൽകണമെന്ന ഉപാധി വെച്ച് പ്രാദേശിക രാജാവായ ധർമ്മല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായിട്ടാണ് ബോംബെ പ്രദേശം ലഭിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായിട്ട് ബോംബെ എന്ന പ്രദേശമാണ് നൽകുന്നത്. പിന്നീട് ഈ ഒരു പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും അവരുടെ അധീനതയിലായി മാറി. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ ഒരു ഫോർട്ട് വില്യം പണിയുകയാണ് ചെയ്യുന്നത്. ക്രമേണ ഈ ഒരു പ്രദേശം പട്ടണമായി മാറുകയും അത് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടുകയുമാണ് ചെയ്തത്. 1698 സുധനദി, കലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം പണിയുകയും അത് പിന്നീട് കൽക്കട്ട എന്ന പട്ടണമായി മാറുകയുമാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ കമ്പനിയും നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധത്തിലൂടെ നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഓരോന്നായി യുദ്ധത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഒക്കെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തി തുടങ്ങി. അങ്ങനെ പ്രതിരോധത്തിന്റെ മറ്റൊരു യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനുമാണ് ഈ മൈസൂർ സേനയെ നയിച്ചത്. ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണയാണ് കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 1782 ഹൈദരാലിയുടെ മരണശേഷം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിക്കുന്നു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചു. ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി മാറുകയും ചെയ്തു. ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആംഗ്ലോ മൈസൂർ വാർ മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്. ഇതിൽ നേതാക്കളായിരുന്നത് മൈസൂരിന്റെ സേനയെ നയിച്ചത് ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ്. ആകെ 4 തവണ സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. 1782 ഹൈദരാലി മരണപ്പെടുന്നു. ശേഷം സേനയെ നയിക്കുന്നത് മകൻ ടിപ്പു സുൽത്താനാണ്. 1799 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിക്കുന്നു. അങ്ങനെ ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചു. അടുത്തത് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളാണ്. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. 3ാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധത്തിലൂടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കൂടി ബ്രിട്ടീഷിന്റെ നിയന്ത്രണത്തിലായി മാറി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധത്തിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബും ബ്രിട്ടീഷിന്റെ അധീനതയിലായി മാറുന്നതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ആംഗ്ലോ സിഖ് യുദ്ധം, അവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിലും സിഖുകാർ പരാജയപ്പെടുകയും ആ ഒരു പ്രദേശം പഞ്ചാബ് പ്രദേശവും ബ്രിട്ടീഷിന്റെ അധീനതയിലായി മാറുകയും ചെയ്തു. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ഭാഗമായ മൈസൂരും ബ്രിട്ടീഷുകാർ കീഴടക്കി. മറാത്ത രാജ്യവും പഞ്ചാബും ബ്രിട്ടീഷ് കീഴടക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ കീഴടക്കി നേടിയെടുത്ത പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ ഇവയൊക്കെ. ഇതിലൂടെയെല്ലാം പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയും അവരുടെ പ്രദേശങ്ങളിലേക്ക് അത് എത്തിക്കുകയുമാണ് അവർ ചെയ്തിരുന്നത്.
കാലാവസ്ഥ എന്തു തന്നെയാണെങ്കിൽ കൂടിയും വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകളൊന്നും പരിഗണിക്കാതെ തന്നെ ഒരു നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായിട്ട് നൽകണമെന്നൊരു വ്യവസ്ഥയും ഈ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്കുണ്ടായിരുന്നു. രണ്ടാമത്തേതാണ് റയറ്റ് വാരി സമ്പ്രദായം. 1820 റയറ്റ് വാരി സിസ്റ്റം ദക്ഷിണേന്ത്യയിലെ ഡക്കാനിലാണ്, ദക്ഷിണേന്ത്യയാണ് പ്രധാന കേന്ദ്രം, ഡക്കാൻ ഏരിയയാണ്, നടപ്പിലാക്കിയത് തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ്. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും. ഇവിടെ എന്താണ് സംഭവിച്ചത്? കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. ഇവിടെ കണ്ടോ, സമീന്ദർമാരാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നത്. ഭൂവുടമകളായിരുന്ന സമീന്ദർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്ന ഒരു സിസ്റ്റമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ. എന്നാൽ റയറ്റ് വാരി സമ്പ്രദായത്തിലേക്ക് ആയപ്പോഴേക്കും കർഷകരെ ഭൂവുടമകളായി പരിഗണിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാർ നേരിട്ടാണ് ഇവിടെ നികുതി കർഷകരിൽ നിന്നും പിരിച്ചത്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നികുതി നൽകുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ആ കർഷകന് ഭൂമി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത് മഹൽവാരി സമ്പ്രദായമാണ്. 1822 മഹൽവാരി സിസ്റ്റം നടന്നത് ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. നടത്തിയത് ഹോൾട്ട് മെക്കൻസിയാണ്. മഹൽവാരി സമ്പ്രദായം നടത്തിയത് ഹോൾട്ട് മെക്കൻസിയാണ്. പണം കടം വാങ്ങാൻ ഈ കർഷകർ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. കാരണം പണം അടച്ചില്ലെങ്കിൽ എന്താണ്, അവരുടെ ഭൂമി നഷ്ടപ്പെടും. തന്മൂലം കർഷകർ എന്താണ്, കടക്കെണിയിലാവുകയാണ് ചെയ്തത്. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതും ആയിരുന്നു എന്ന്. ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പ്രവൃത്തി കാരണം, നികുതി സമ്പ്രദായം കാരണം പണമിടപാടുകാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും എല്ലാം തന്നെ കർഷകർ നല്ല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകരെ ബ്രിട്ടീഷുകാർ നിർബന്ധിക്കുകയാണ് ചെയ്തത്. അവരുടെ കൃഷിഭൂമി പ്രശ്നത്തിലായി, അവരുടെ ജീവിതം തന്നെ പ്രശ്നത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം നാണ്യവിളകൾ, കാരണം എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതായതുകൊണ്ട് തന്നെ നാണ്യവിളകൾ കൃഷി ചെയ്താൽ ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ വിളവും അതിനനുസരിച്ചുള്ള പണവും അവർക്ക് ലഭിക്കും എന്നതുകൊണ്ട് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യേണ്ട, പകരം നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും അതിലൂടെ ഭക്ഷ്യക്ഷാമത്തിനും കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായും വന്നു.
ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഭക്ഷ്യവിളകൾക്ക് പകരം കർഷകർ ഇപ്പോൾ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുകയും അതോടെ നാണ്യവിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുകയും ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമം സംഭവിക്കുകയും ഭക്ഷ്യവിളകൾ കുറഞ്ഞ് ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഏത് സാഹചര്യത്തിലും ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകണം എന്നതുകൊണ്ട് ഇവിടെ പണമിടപാടുകാരും കർഷകരെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഏത് തരത്തിലും പണം വേണം എന്ന കാരണം കൊണ്ട് വിളവെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ട ഒരു സാഹചര്യവും മുന്നിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ ബാധിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ, ഉയർന്ന നിരക്കിലുള്ള നികുതിയാണ്, അത് അടയ്ക്കാൻ കർഷകർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എന്നതാണ്. വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശമോ സംഭവിച്ച് ഏത് തരത്തിലുള്ള ഏറ്റക്കുറച്ചിലും വിളയിൽ സംഭവിച്ചാലും നികുതി ഇളവ് എന്നൊരു ഘടകം അവിടെ ഇല്ല. നികുതി അടച്ചേ മതിയാകൂ എന്നതൊരു പ്രധാന പ്രശ്നമാണ്. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ എന്തു ചെയ്തു, പണമിടപാടുകാരെ ആശ്രയിച്ചു. അതിലൂടെ എന്താണ്, കടക്കെണി കൂടുകയും ചെയ്തു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെ കർഷകർ മാത്രമല്ല, കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കുന്നുണ്ട്. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. അത് അത്തരത്തിലുള്ള കലാപങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത് സന്യാസി കലാപമാണ്. സന്യാസിമാരും പോരാളികളായപ്പോൾ 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദച്ചിഹ്നം എന്ന ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്തുപോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതെയായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞു നാറി. എന്തൊരു ദുരിതം നിറഞ്ഞ ഒരു അവസ്ഥയാണല്ലേ ഇത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിന്റെ ഒരു ഭാഗമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവൽ ഏത് ഭാഷയിലാണ് രചിച്ചത് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും ആ ഒരു കാലഘട്ടത്തിലുള്ള ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള കാരണം
ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു തരത്തിലുള്ള ശ്രമവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇവിടെ ബംഗാളിൽ ക്ഷാമം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു തരത്തിലുള്ള ശ്രമവും ഈ ഒരു ബംഗാളിലെ ക്ഷാമം പരിഹരിക്കുന്നതിനായി നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും മറ്റൊരു വഴിയില്ലാതെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ്, ശക്തമായി പ്രതിരോധിക്കാനായിട്ട് തുടങ്ങുകയാണ്. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കലാപം സന്യാസി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നുണ്ട്. ഇവിടെ ബംഗാൾ ഫാമിനെ തുടർന്ന്, ബംഗാളിലുണ്ടായ ക്ഷാമത്തെ തുടർന്ന് ആ ബംഗാളിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോ അവരെ സഹായിക്കുന്നതിനോ ബ്രിട്ടീഷുകാർ യാതൊരു തരത്തിലുള്ള ശ്രമവും നടത്തിയില്ല എന്നതിന്റെ ഭാഗമായി ശക്തമായി തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ്. അവരോടൊപ്പം ആ ഒരു കലാപത്തിന് സഹായിക്കുന്നത് സന്യാസിമാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാപത്തിന് സന്യാസി കലാപങ്ങൾ എന്ന പേരും, സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു എന്നതുകൊണ്ട് സന്യാസി ഫക്കീർ കലാപം എന്നൊരു പേരും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ പറഞ്ഞ സന്യാസി കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് ഭവാനി പഥക്, മജ്നു ഷാ, ഭവാനി പഥക് എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ സന്യാസി കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ, സന്യാസി കലാപത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രചിച്ച കൃതിയാണ്, ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദ മഠം എന്നത്. ഈ ഒരു ആനന്ദ
നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. അവരുടെ പ്രധാന ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി സ്വത്ത് സമ്പാദിക്കുക എന്നത് മാത്രമായതുകൊണ്ട് തന്നെ ഗോത്ര ജനതയെക്കുറിച്ചോ അവർക്ക് ഭൂമിയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുള്ള ചിന്തകളും ഇല്ലാതെ പരമാവധി അവരെ ചൂഷണം ചെയ്ത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് ബ്രിട്ടീഷ് ജനത ചെയ്തത്. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണ്. ഈ പേരുകളും ചോദിച്ചിട്ടുണ്ട്. സിദ്ധുവും കാനുവുമാണ്. ഇവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറുകയാണ് ചെയ്തത്. സാന്താൾ കലാപം 1855 സാന്താളുകൾ പോരാട്ടം മുന്നോട്ട് വെച്ചു. സിദ്ധു, കാൻഹു എന്നിങ്ങനെ രണ്ടുപേരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത് മുണ്ടാ കലാപമാണ്. മുണ്ടാ കലാപം ഉൽഗുലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതെന്താ നമ്മൾ വഴിയെ പറയും. സാന്താൾ കലാപം പോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായിരുന്നു. സാന്താൾ കലാപം പോലെ തന്നെ ഉണ്ടായ മറ്റൊരു കലാപമാണ് മുണ്ടാ കലാപം എന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ടാ കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഉൽഗുലാൻ എന്ന് വെച്ചാൽ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഈ ഒരു പദത്തിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഉൽഗുലാൻ അഥവാ മുണ്ടാ കലാപം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടാരാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ മുണ്ടാരാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇന്നത്തെ ജാർഖണ്ഡിലാണ് മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമുണ്ടായിരുന്നു. അതേ തകർത്തുകൊണ്ട് മുണ്ടാരാജ് എന്ന രാജ്യം സ്ഥാപിക്കുന്നതിനായിട്ട് ബിർസ മുണ്ടയാണ് ഈ ഒരു മുണ്ടാ കലാപത്തിന് ഉൽഗുലാന് നേതൃത്വം നൽകിയത്. ഈ ഒരു കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും ചൂഷണം തന്നെയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവുമാണ് കലാപത്തിലേക്ക് വഴിതെളിച്ചത്. 1899 മുണ്ടാ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ടാ ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാക്കപ്പെടുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ചെയ്തത്. ആരാണ് ബിർസ മുണ്ട എന്ന് നോക്കാം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നുണ്ട്. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഈ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന കൃതി ഇക്ബാൽ ദുറാനിയുടേതാണ്. ബിർസ മുണ്ടയെ കേന്ദ്രമാക്കിക്കൊണ്ട് രചിച്ച കൃതിയാണ് ഇത്. ഇനി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് മഹാശ്വേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്നത്. ബിർസ മുണ്ട മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ഗോത്രാഭിമാന ദിനമായി ആചരിക്കപ്പെടുന്നു ഇന്ത്യയിൽ. ഇദ്ദേഹത്തിന്റെ ഛായാചിത്രം സ്ഥാപിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ആദരിക്കുന്നു. ഇത്തരത്തിൽ ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. മഹാശ്വേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്നത്. ഓക്കെ, പുസ്തകങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ മുണ്ട കലാപം അടിച്ചമർത്തപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി.
കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലുടനീളം വ്യാപിച്ചു വരികയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആരാണ് പോളിഗർമാർ? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത്. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്ന് രൂപപ്പെട്ട ഇംഗ്ലീഷ് പദമാണ് പോളിഗർ എന്നത്. പോളിഗർ തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗറായിരുന്ന തിരുനെൽവേലിയിലെ പാഞ്ചാലംകുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതു പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ഇതാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായിരുന്നില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ സംരക്ഷകനായി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നിലനിന്നു. ജനങ്ങളിൽ നിന്ന് നികുതി പിരിവ് പോളിഗർമാർ ഏറ്റെടുക്കുകയും അതുപോലെ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുകയും ചെയ്തു. എങ്കിൽ കൂടിയും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അതിന് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ചു നൽകാനായി ബ്രിട്ടീഷുകാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നികുതി പിരിവിനെ കട്ടബൊമ്മൻ ചോദ്യം ചെയ്യുകയും ബ്രിട്ടീഷുകാരുടെ ശത്രുവായി മാറുകയും ചെയ്തു. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും തുടർന്ന് വീരമൃത്യു വരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. എങ്കിൽ കൂടിയും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കീഴടങ്ങിയിട്ടില്ല. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി എങ്കിൽ കൂടിയും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കീഴടങ്ങാതെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ഇനി ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇത് എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘർഷത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല, അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 1721 ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. എന്താണ് ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായത്?
കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും അതുപോലെ ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ബ്രിട്ടീഷുകാർ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് ആദ്യം. ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്തുന്നതിനായിട്ടും ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ എല്ലാ വർഷവും ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകി വരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളതും 1721 ഈ ബ്രിട്ടീഷുകാർ ഇത് നേരിട്ട് നൽകുന്നതിനായിട്ട് തയ്യാറാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? ഈ ഒരു പതിവ് 1721 ആറ്റിങ്ങൽ റാണിക്ക് ഓരോ വർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന ഈ ഒരു പതിവ് 1721 ആവർത്തിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപായ സൂചന മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടുപ്രമാണിമാർ ശക്തമായി ഇതിനെ എതിർക്കുകയും നാട്ടുപ്രമാണിമാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140ഓളം വരുന്ന ബ്രിട്ടീഷുകാർ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി പോവുകയും ചെയ്തതോടെ നാട്ടുകാരെ ഇത് പ്രകോപിപ്പിക്കുകയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ തന്നെ നാട്ടുകാർ ആക്രമിക്കുകയും ചെയ്തു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ഇങ്ങനെയാണ് അവിടെ ഒരു കലാപം ഉണ്ടാവുകയും കലാപ സാഹചര്യം ഉണ്ടാവുകയും കലാപം സംഭവിക്കുകയും ചെയ്തത് 1721. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം എന്നത്. ഇതാണ് വെല്ലൂർ കലാപ സ്മാരകം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു വെല്ലൂർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും അതാണ് പിന്നീട് വെല്ലൂർ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ പ്രചോദനമാവുകയാണ് ചെയ്തത്. 1806 ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തി. 1806 വെല്ലൂർ കലാപം. ഇനി സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ച് പഠിക്കാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിൽ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. ഇതാണ് കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകത്തിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ എന്ന് പറയുന്നത്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ നമ്മൾ ആംഗ്ലോ മറാത്ത യുദ്ധം, ആംഗ്ലോ സിഖ് യുദ്ധം, അതുപോലെ ആംഗ്ലോ മൈസൂർ യുദ്ധം ഒക്കെ നേരത്തെ കണ്ടതാണ്. അതിലെ മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും അതോടെ കിട്ടൂർ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച ശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുന്നതിനായിട്ട് തീരുമാനിക്കുകയും അവിടെ ആ ഒരു തീരുമാനത്തെ കമ്പനി തടയുകയും ചെയ്തു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ അധികാരികളും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ആംഗ്ലോ മറാത്ത വാറിൽ മൂന്നാമത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ച ശേഷം അവർ എന്ത് ചെയ്തു? ആ ഒരു പ്രദേശം, കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർത്തപ്പോൾ അവിടുത്തെ ഭരണാധികാരി മരണപ്പെട്ട വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യത്തെ കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടഞ്ഞ് കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ രാജ്യവും ഭരണവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും പിന്നീട് 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കിടന്ന് മരണപ്പെടുകയുമാണ് ചെയ്തത്.
ഇവിടം വരെ നമ്മളിപ്പോൾ ഒട്ടേറെ കലാപങ്ങളും അവയുടെ വിശദാംശങ്ങളും കണ്ടു. നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കാം. ചെറിയ രീതിയിലാണ്, അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാനായിട്ട്, റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ കാർഷിക കലാപങ്ങളാണ് പറഞ്ഞത്. കാർഷിക കലാപങ്ങൾ 2 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് സന്യാസി ഫക്കീർ കലാപം, പിന്നീട് നീലം കലാപം. അങ്ങനെ 2 എണ്ണമാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഗോത്ര കലാപങ്ങളാണ്. ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ്? 2 എണ്ണം. ഒന്ന് സാന്താൾ കലാപം, 2 മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽഗുലാൻ. അടുത്തത് സൈനിക തലവന്മാരുടെ കലാപം. സൈനിക തലവന്മാരുടെ കലാപമായിരുന്നു പോളിഗർ കലാപം എന്നത്. സൈനിക തലവന്മാരുടെ കലാപം. അടുത്തത് സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപമാണ് കിട്ടൂർ കലാപം. പിന്നീട് ജനകീയ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ജനകീയ പ്രക്ഷോഭമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആറ്റിങ്ങൽ കലാപം. അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ വെരി ഗുഡ്, നല്ലതാണ്. നിങ്ങളിപ്പോൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് എളുപ്പത്തിൽ കിട്ടിയെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങളിത് റിവൈസ് ചെയ്യുക. ഇതൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് പറയുന്നതോടൊപ്പം ഇവയോടൊപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞോ അവയൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അടുത്തത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ്. ഇവിടെ 1757 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. നോക്കാം. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവ ഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു ധീരതയാണ് ഈ ഒരു പുസ്തകത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന KSICLന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൻവർ സിംഗ് എന്ന നേതാവിന്റെ ധീരത. എന്തിനായിരിക്കാം ഇത്തരത്തിൽ കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച 1787 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത്തരം പോരാട്ടങ്ങളെ എല്ലാം തന്നെ കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമാണ് 1757 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ ഒരു കലാപത്തിന് പുതിയൊരു പേര് നൽകി. എന്താണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1757 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1757 വിപ്ലവം എന്നത്. സാധാരണക്കാരും കർഷകരും കൈത്തൊഴിലുകാരും നാട്ടുരാജാക്കന്മാരും സൈനികരും ഭൂപ്രഭുക്കളും തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് നമുക്ക് മനസ്സിലായ കാര്യമാണ്. വിവിധ മേഖലയിലെ വിവിധ ആളുകൾക്ക് അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യചിഹ്നമായി നിന്ന ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഒരു കലാപത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇനി കണ്ടെത്തേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് എല്ലാ തരത്തിലുമുള്ള ചൂഷണം നേരിട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ കൂടി ബ്രിട്ടീഷ് സൈന്യം ഇവരെ പരാജയപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് ഇവർ സംഘടിതമായിക്കൊണ്ട് കലാപത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. എങ്കിൽ കൂടെയും ഇവർക്ക് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കറിയാം 1757 വിപ്ലവ പ്രകാരം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായി സാധിക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമാവുകയും ഏതൊക്കെ നയങ്ങൾ കാരണമെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് നയങ്ങൾ പ്രധാനമായും സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നിയമവും സൈനിക സഹായ വ്യവസ്ഥയുമായിരുന്നു ഇത്തരത്തിൽ കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഒന്നാമതായിട്ട് സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് പോളിസി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ.
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ അധീനതയിലുള്ള പ്രദേശം കൂടുതൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ പ്രകാരം ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു? സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങളുമായിട്ട് ചില വ്യവസ്ഥകൾ പാലിക്കണമെന്നൊരു നിയമമുണ്ടാക്കി. എന്തൊക്കെയാണ് അത് എന്ന് വെച്ചാൽ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം എന്നുള്ളതാണ്. സ്ഥിരമായി പാർപ്പിച്ചാൽ മാത്രം പോരാ, കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം എന്നുള്ളതായിരുന്നു. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നതിനും ഈ ഒരു രാജ്യത്തിന് അധികാരം ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ബ്രിട്ടീഷ് ജനറലുമായിട്ട് ആലോചിക്കാതെ യാതൊരുവിധ നടപടിയും സഖ്യ രാജാവ് നടപ്പിലാക്കാനായിട്ട് പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കുകയും വേണം എന്നുള്ളതാണ്. ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കുകയും ചെയ്യണം. ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു നയമായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന പേരിൽ വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയിരുന്നത്. ഇതിലൂടെ എന്താണ്? അധീനത വർദ്ധിക്കുകയും അതുപോലെ തന്നെ സാമ്രാജ്യം വികസിക്കുകയും ചെയ്തിരുന്നു. അടുത്തതാണ് ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാ അവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത് ഡെൽഹൌസി പ്രഭുവാണ്. ഡെൽഹൌസി പ്രഭു ഈ ഒരു നിയമം, ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നതോടെ ഇതിൻ പ്രകാരം ദത്തെടുക്കുവാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതെയായി. അതായത് അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ ഒരു നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി മാറും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടൂർ റാണി ചെന്നമ്മയുടെ സാഹചര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവിടെ അനന്തരാവകാശി ഇല്ലാതെ ദത്തെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് തടഞ്ഞു. അപ്പോഴും എന്ത് സംഭവിക്കുന്നു? ആ ഒരു പ്രദേശവും കമ്പനിയുടെ നിയന്ത്രണത്തിലാവും, സാമ്രാജ്യത്വം വികസിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം ഇവിടെ എന്താണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം പരമാവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ചുകൊണ്ട് ഔദ് എന്ന നാട്ടുരാജ്യവും, ഇത് രണ്ടും കൂടാതെ തന്നെ ദുർഭരണം ആരോപിച്ചുകൊണ്ട് ഔദ് എന്ന നാട്ടുരാജ്യത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് 1857 കലാപത്തിലേക്കുള്ള കാരണങ്ങളാണ്. ഇവിടെ മുകളിൽ പറഞ്ഞവയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയും 1857 കലാപത്തിന്റെ മറ്റൊരു കാരണമാണ്. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിലും ഇംഗ്ലീഷ് സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവും വളരെ മോശമായിരുന്നതായിരുന്നു നൽകിയിരുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുൻപ് ഈ കവർ കടിച്ച് കീറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആണ് എന്ന ഒരു പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത് എന്ത് സംഭവിച്ചു? അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നു ഇന്ത്യൻ സൈനികർ. എങ്കിൽ കൂടിയും ഇന്ത്യൻ സൈനികർ അവിടെ ഒരു വേർതിരിവ് അനുഭവിച്ചിരുന്നു. അവർക്ക് കുറഞ്ഞ വേതനമായിരുന്നു, മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. ഇതിൽ അവർക്ക് അതൃപ്തി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ അവർക്ക് നൽകുന്നതും അതിലെ
ഗ്രീസ്, വെടിയുണ്ടകൾ പൊതിഞ്ഞു വന്ന കവറിലുണ്ടായിരുന്ന ഗ്രീസ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന പ്രചരണം മുന്നിൽ വരികയും അത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആദ്യമായി ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ തോക്കിൽ നിന്ന് വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇതാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഈ ഒരു വർഷവും തീയതിയും മാസവും പ്രധാനപ്പെട്ടതാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. ഈ ഓരോ പോയിന്റും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1857 ഈ ഒരു കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ തന്നെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. അവർ അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന വിധത്തിലുള്ള കലാപത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കി ഉണ്ടക്കി ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കലാപത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാം. കലാപം ആരംഭിച്ചത് ഇപ്രകാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേ തുടർന്ന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് എന്താണ് ബഹദൂർ ഷാ സഫറിനെ, ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ സൈനികർ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെ മറ്റു എല്ലാ ജനവിഭാഗങ്ങളും, മറ്റു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യത്തിലെ ഭരണാധികാരികളും കർഷകരും മറ്റു തരത്തിലുള്ള ജനവിഭാഗങ്ങളും എല്ലാവരും തന്നെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലെത്തുകയും അവിടെ കലാപങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ നീണ്ടു നിന്ന ഈ ഒരു കലാപം മാസങ്ങൾ കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു, പീരങ്കി ഉണ്ടക്കി ഇരയാക്കുകയാണ് ചെയ്തത്. കുറെ പേരെ, അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തന്നെ തലകീഴായി കെട്ടിത്തൂക്കുന്നുണ്ട്. അത്തരത്തിൽ ധാരാളം വിധത്തിൽ ഇവരെ ശിക്ഷിക്കുകയും ആ ഒരു ലഹള അടിച്ചമർത്തുകയുമാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ വിവിധ ജനവിഭാഗങ്ങൾ ഐക്യത്തോടെ നിൽക്കുകയും അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കലാപത്തിൽ പങ്കെടുക്കുന്നത്, കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ കലാപത്തിന്റെ യഥാർത്ഥ ശക്തിയായി പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്, ഹിന്ദു മുസ്ലിം ഐക്യമാണ്. ഇത്തരത്തിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ കലാപം നടന്നു എന്ന് പറഞ്ഞു. അവയുടെ വിശദാംശങ്ങൾ, അവയുടെ സവിശേഷതകളും നമുക്ക് പഠിക്കാം. കലാപം നടന്ന സ്ഥലവും കലാപത്തിന് നേതൃത്വം നൽകിയവരും അതുപോലെ സവിശേഷതകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവ മാത്രമല്ല, ഇവിടെ SCRT തന്നിരിക്കുന്ന ഫാക്ട്സ് എന്തായാലും പഠിക്കണം. മാത്രമല്ല, ഇത് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുള്ളൂ. PSC ധാരാളം ചോദിക്കാറുണ്ട്. അവയെല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് പഠിക്കാം. കലാപം നടന്നത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് 2 പേരാണ്, ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, മംഗൾ പാണ്ഡെയുടെ മരണത്തിന് ശേഷം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു? ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. ഈ ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ
ഭക്ത്ഗൻ. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ രണ്ടുപേരാണ്, ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത്ഗൻ. ഝാൻസിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിഭായ്. കാൺപൂരിൽ രണ്ടുപേരാണ്, നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പിയാണ്. ഗറില്ല യുദ്ധമുറകൾ, ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കേട്ടോ, ഇതൊന്നും മിസ് ചെയ്യാനില്ല, ഇവയൊന്നും സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാം തന്നെ പഠിക്കണം. ലക്നൗ, ബീഗം ഹസ്രത് മഹൽ ആണ് അവിടെ കലാപം നയിച്ചത്. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. അവധിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആരയിൽ കലാപം നയിച്ചത് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് കൻവർ സിംഗ്. ഓക്കെ, അപ്പോൾ ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത്ഗൻ. ഝാൻസി റാണി ലക്ഷ്മിഭായ്. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ലക്നൗ ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആര കൻവർ സിംഗ്. അപ്പോൾ 1857 കലാപവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പഠിച്ചു. അപ്പൊ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1857 കലാപം സംഘടിതമായിട്ടുള്ളതായിരുന്നെങ്കിൽ കൂടിയും അവയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അവയെ അടിച്ചമർത്തിയല്ലോ, അപ്പൊ അവയിൽ പരിമിതികൾ ധാരാളമായി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയായിരുന്നു പരിമിതികൾ? ഈ കലാപം എന്നത് ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും പ്രതിരോധിക്കാനായിട്ട് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കലാപത്തിന് ഒരു സംഘടിതമായ ഒരു നേതൃത്വമോ ഒരു നേതാവോ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു എന്നതും ഒരു പോരായ്മയാണ്. കലാപകാരികൾക്ക് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനായി സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. ഇത്തരത്തിൽ അവരെ അനുകൂലിച്ചവരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മധ്യവർഗം അനുകൂലിക്കാതിരുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ അവർക്ക് അവിടെ പരാജയമാണ് നേരിടേണ്ടി വന്നത്. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വിഭാഗമായിരുന്നു നാട്ടുരാജ്യങ്ങൾ. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ തന്നെ ഒരു വിഭാഗം കലാപങ്ങളിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ളതും ഒരു പരിമിതിയാണ്. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി എങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. എന്തൊക്കെയാണ്? ഇതിലൂടെ ഈ ഒരു കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം, ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഈ ഒരു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂളിൽ നിന്ന് മാറി ഇതൊരു ക്രൗൺ റൂളിലേക്ക്, രാജ്ഞിയുടെ ഭരണത്തിലേക്ക് മാറി. ഗവർണർ ജനറൽ എന്നൊരു പദവി നേരത്തെ നിലനിന്നിരുന്നു. ഗവർണർ ജനറൽ എന്നതിന് പകരമായി വൈസ്രോയി എന്നൊരു പദവിയാണ് പിന്നീട് നിലവിൽ വന്നത്. അതിനുശേഷം ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് 1857 കലാപം വലിയൊരു പ്രചോദനമായി മാറി എന്നുള്ളതാണ്. ഈ കച്ചവടത്തിനായിട്ട് വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തതാണ് നമ്മളിവിടെ കണ്ടത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നതും നമ്മുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തുകയും നമ്മെ ചൂഷണം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് കലാപങ്ങളും ഉണ്ടായത്. അതേ തുടർന്നാണ് ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്ന് നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകുകയും ചെയ്തത്. 1857 കലാപത്തെ തുടർന്ന് സാഹിത്യം, അവരുടെ ഒരു ലിറ്ററേച്ചർ, സാഹിത്യം, സിനിമയുമായി ബന്ധപ്പെട്ടും PSC ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റേസിംഗ് എന്ന സിനിമ, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന ചലച്ചിത്രങ്ങൾ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഏതാണ്? 1857 എന്ന ചിത്രം ആരുടേതാണ്? മോഹൻ സിൻഹയുടേതാണ്. രണ്ടാമത് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, രണ്ടാമത്തെ ചിത്രമാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നത് കേതൻ മേത്തയുടേതാണ്. ക്രിഷ് ജഗർലമുഡിയുടേതാണ് മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി എന്നത്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക എന്നത്
PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചലച്ചിത്രങ്ങൾ 1887 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. ഇതുകൂടാതെ കുറച്ച് പുസ്തകങ്ങൾ കൂടി പഠിക്കാനുണ്ട്. മഹാശ്വേതാദേവി രചിച്ചിട്ടുള്ള പുസ്തകമാണ് ഝാൻസി റാണി എന്നത്. ഝാൻസി റാണി. മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ചിട്ടുള്ളതാണ് അമൃതം തേടി എന്നീ നോവൽ. ഝാൻസി റാണി എന്ന നോവൽ രചിച്ചത് മഹാശ്വേതാദേവിയാണ്. മലയാളത്തിൽ രചിച്ചിട്ടുള്ള കൃതിയാണ് അമൃതം തേടി എന്നത്. രചയിതാവ് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. 1887 കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ട പുസ്തകങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി എന്ന പുസ്തകം, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന പുസ്തകം. സിനിമകൾ പറഞ്ഞിട്ടുള്ളത് മോഹൻ സിൻഹയുടെ 1857 എന്ന ചിത്രം, അതുപോലെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന കേതൻ മേത്തയുടെ ചിത്രം, മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന ക്രിഷ് ജഗർലമുടിയുടെ ചിത്രം. ഇത്രയും ചിത്രങ്ങളും ഇത്രയും സിനിമകളോ ഇത്രയും രചനയോ മാത്രമല്ല ഉള്ളത്, ധാരാളമുണ്ട്. PSC ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ റെഫർ ചെയ്താൽ ധാരാളം നമുക്ക് കിട്ടും. ഇവയെങ്കിലും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവയെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ള ഒരു ചാപ്റ്ററാണ്. കൃത്യമായി തന്നെ പഠിക്കുക. നമ്മൾ ഈ ഒരു ചാപ്റ്റർ നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.